റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന് രാഷ്ട്രപതി ഒരുക്കിയ വിരുന്നിൽ ശശി തരൂർ പങ്കെടുത്തതിൽ കോൺഗ്രസിൽ അതൃപ്തി പുകയുന്നു. പ്രതിപക്ഷ നേതാക്കളെ പോലും ക്ഷണിക്കാത്ത വിരുന്നിൽ തരൂർ പങ്കെടുത്തത് അത്ഭുതപ്പെടുത്തിയെന്ന് പവൻ ഖേര. അതേസമയം വിരുന്നിനുള്ള ക്ഷണം നിരസിക്കേണ്ട കാര്യമില്ലായിരുന്നുവെന്നാണ് തരൂരിന്റെ വിശദീകരണം. പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാതിരുന്നത് ശരിയായ നടപടിയല്ലെന്നും തരൂർ പ്രതികരിച്ചു. ये तो बहुत हैरानी की बात है कि जिन्होंने इनविटेशन दिया उन्होंने भी कमाल किया और जिन्होंने इनविटेशन लिया वो भी कमाल कर रहे हैं। सब हर सांसद हो या कोई भी कांग्रेस का नेता हो, मुझे लगता है कि सबकी एक अंतरात्मा की आवाज हो। जब मेरे नेताओं को नहीं बुलाया जाए और मुझे बुलाया जाए तो जाहिर सी बात है कि हमें भी समझना चाहिए कि क्यों खेल हो रहा है और कौन ये खेल कर रहा है। हमें उस खेल का हिस्सा नहीं बनना चाहिए। अपनी अपनी अंतरात्मा है. പി ആർ സുനിൽ ചേരുന്നു നമുക്കൊപ്പം വീണ്ടും. പി ആർ സുനിൽ, ശശി തരൂർ എം പിയെ ക്ഷണിച്ചതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്താണ്? കാരണം പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാതെ, കോൺഗ്രസിന്റെ പരമോന്നത പദവിയിലിരിക്കുന്ന മല്ലികാർജ്ജുൻ ഖർഗെയെ ക്ഷണിക്കാതെ തരൂരിനെ ക്ഷണിച്ചത് എന്താണ്? അതിന് പിന്നിലത്തെ കാരണം, അതേക്കുറിച്ച് എന്തെങ്കിലും തരൂർ പറയുന്നുണ്ടോ? ചോദ്യങ്ങൾക്ക് മറുപടിയായി. സുജി, എന്തായാലും ശശി തരൂർ ഈ ഒരു വിരുന്നിൽ പങ്കെടുത്തു. വിരുന്നിൽ പങ്കെടുത്തുകൊണ്ട് ശശി തരൂർ വ്യക്തമാക്കിയത് വിരുന്നിൽ പങ്കെടുക്കാതിരിക്കുന്നതിന് എന്തെങ്കിലും കാരണമില്ല എന്നതാണ് ശശി തരൂരിന്റെ ഒരു വിശദീകരണമായി വരുന്നത്. ഏതായാലും തരൂരിനെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഈ വിരുന്നിലേക്ക് ക്ഷണിച്ചത്, രാഷ്ട്രപതി ഭവൻ ക്ഷണിച്ചത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി തരൂർ വിദേശയാത്രകൾ നടത്തിയിരുന്നപ്പോൾ വിദേശ രാജ്യത്തിലെ നേതാക്കളുമായി സംസാരിക്കാനൊക്കെ തന്നെ ഉള്ള സംഘത്തിന് നേതൃത്വം നൽകിയത് ശശി തരൂർ കൂടിയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം കൂടി പരിഗണിച്ചാണ് ശശി തരൂരിനെ ഇങ്ങനെയൊരു വിരുന്നിലേക്ക് ക്ഷണിച്ചത് എന്നാണ് പ്രധാനമായും ബി.ജെ.പി. നേതാക്കളൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം പ്രതിപക്ഷ നേതാക്കളെ എന്തുകൊണ്ട് ക്ഷണിച്ചില്ല എന്നത് വലിയ ചോദ്യമാണ്. ശശി തരൂരും അക്കാര്യം അംഗീകരിക്കുന്നുണ്ട്. ഏതായാലും നമുക്കറിയാം, 2 ദിവസം മുൻപാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് സാധാരണ ലോക നേതാക്കൾ എത്തുമ്പോൾ പ്രതിപക്ഷ നേതാക്കളെ കാണുക എന്നൊരു കീഴ്വഴക്കമുണ്ട്. പക്ഷേ മോദി സർക്കാർ അത് അംഗീകരിക്കുന്നില്ല, പ്രതിപക്ഷത്തെ സർക്കാർ ഭയപ്പെടുകയാണെന്നൊക്കെ രാഹുൽ ഗാന്ധി തന്നെ പ്രതികരിച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് രാഷ്ട്രപതി ഭവനിൽ നടന്ന ഇങ്ങനെയൊരു വിരുന്നിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയെയും ഒഴിവാക്കിയുള്ള ഒരു തീരുമാനം രാഷ്ട്രപതി ഭവന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഏതായാലും ഈ ചടങ്ങിൽ പ്രതിപക്ഷ നേതാക്കളെ പങ്കെടുപ്പിക്കാത്തത് ശരിയായില്ല എന്ന ഒരു പൊതുവെയുള്ള വിമർശനവും വിലയിരുത്തലും ഒക്കെ തന്നെ വരുന്നുണ്ട്. ഏതായാലും കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ ശശി തരൂർ ഈ ചടങ്ങിൽ പങ്കെടുത്തത് പ്രധാനമായും അത്ഭുതത്തോടെ കാണുന്നുവെന്നാണ് പവൻ ഖേര പറഞ്ഞത്. ഈ ഒരു ക്ഷണം ശശി തരൂർ നിരസിക്കേണ്ടതായിരുന്നു എന്നൊരു അഭിപ്രായം കൂടി കോൺഗ്രസിനുണ്ട്. ഏതായാലും ശശി തരൂർ അദ്ദേഹത്തിന്റെ സ്വന്തം നിലയിൽ തന്നെ ഈ ഒരു വിരുന്നിൽ പങ്കെടുത്തു. അതിൽ കടുത്ത അതൃപ്തി കോൺഗ്രസിനുണ്ട്. ഏതായാലും ഇത് ആദ്യമായിട്ടല്ല ശശി തരൂർ കോൺഗ്രസിനെ പ്രകോപിപ്പിക്കുന്നത്. ഇതിനു മുൻപും പലതവണ മോദി സ്തുതിയൊക്കെ തന്നെ നടത്തി തരൂർ വലിയ വിവാദത്തിലായിട്ടുണ്ട്. അപ്പോഴും തരൂരിന്റേതായ വഴിയിലൂടെ സഞ്ചരിക്കുന്നു എന്നതാണ് തരൂരിന്റെ ഒരു നിലപാട്. തരൂരിനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ നടത്തേണ്ടതില്ല എന്നൊരു സമീപനം കോൺഗ്രസ് തുടരുകയും ചെയ്യുകയാണ്. പ്രേക്ഷകൻ ജോർജ് ആളൂര് ചോദിക്കുന്നുണ്ട്, ഇനി തരൂരിന് നേരിട്ട് ബി.ജെ.പിയിൽ ചേർന്നൂടെ? അതാണ് ഉചിതം, മനസ്സവിടെയും ശരീരം ഇവിടെയുമെന്ന്. കോൺഗ്രസിനും അങ്ങനെയൊരു നിലപാടുണ്ടെങ്കിലും അത് പറയാൻ പേടിച്ചിട്ട് പറയാത്തതാണോ? പ്രത്യേകിച്ചും തിരുവനന്തപുരത്തെ എം പി സ്ഥാനം എങ്ങാനും രാജിവെച്ചാലോ എന്നുള്ള ഭയമാണോ ഈ ഒരു നടപടിയിൽ നിന്ന് മാറ്റി നിർത്തുന്നത്? സുനിൽ, സുജയ, കോൺഗ്രസിനെ സംബന്ധിച്ച് തരൂർ ഇപ്പോഴും പടിക്ക് പുറത്താണ് എന്ന് തന്നെ പറയാം. അത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. തരൂരിന് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് പോകാം. പക്ഷേ കോൺഗ്രസ് ആയിട്ട് തരൂരിനെ പുറത്താക്കുന്ന ഒരു തീരുമാനം എടുക്കില്ല. അതാണ് കോൺഗ്രസിന്റെ നിലപാട്. നമ്മൾ പല നേതാക്കളുമായും സംസാരിക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ പറയുന്ന അതാണ്. ഏതായാലും തരൂരിനെ സംബന്ധിച്ചിടത്തോളം തരൂർ പറയുന്നത് താൻ ഒരു അതായത് ജനാധിപത്യ സംവിധാനത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നതാണ് തന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രീതി. അതുകൊണ്ട് ജനാധിപത്യ സംവിധാനം എങ്ങനെ പ്രവർത്തിക്കണം അത് സംബന്ധിച്ചുള്ള തന്റെ കാഴ്ചപ്പാടുമായി താൻ മുന്നോട്ട് പോകും എന്നതാണ് തരൂരിന്റെ നിലപാട്. അപ്പോഴും കോൺഗ്രസിന്റെ ഒരു പാർലമെന്റ് അംഗമാണ്, കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമാണ് എന്നത് തരൂർ പലപ്പോഴും മറന്നുപോകുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ഇക്കാര്യത്തിൽ കോൺഗ്രസിന് കടുത്ത അതൃപ്തിയാണുള്ളത്. എങ്കിൽ പോലും ഒരു ചെറിയ പ്രതികരണത്തിൽ കോൺഗ്രസ് ഇക്കാര്യം ഒതുക്കുകയാണ്. അപ്പോഴും വളരെ പ്രധാനപ്പെട്ട വിഷയമുള്ളത് പ്രതിപക്ഷ നേതാക്കളെ എന്തുകൊണ്ട് രാഷ്ട്രപതിയുടെ പുട്ടിന് നൽകിയ ഈ വിരുന്നിൽ നിന്ന് ഒഴിവാക്കി എന്നത് വലിയ ചോദ്യം തന്നെയാണ്. ആ ചോദ്യം നമ്മുടെ പ്രേക്ഷകരൊക്കെ ഇതിനകത്ത് ആക്ഷൻ എടുത്ത് സസ്പെൻഡ് ചെയ്തേക്കുമെന്നൊക്കെ അനിലാദേവി ഒക്കെ പറയുന്നുണ്ട്. ശശി തരൂർ വിരുന്നിൽ പങ്കെടുത്തത് ഏത് അന്തർധാരയാണ്? വി.ഡി. സതീശനോട് എൽദോ ചോദിക്കുന്നുണ്ട്. മാങ്കൂട്ടം തരൂർ കോൺഗ്രസ് കിതയ്ക്കുന്നുവെന്ന് സുന്ദർജി പറയുന്നു. പുടിനുമായി സംസാരിക്കാൻ അറിയാവുന്ന ഒരാൾ വേണ്ടേ, അതുകൊണ്ടാണ് ശശി തരൂരിനെ ക്ഷണിച്ചതെന്ന് ജലീൽ ടി.എ പറയുന്നുണ്ട്. അപ്പോൾ ശശി തരൂർ ബി.ജെ.പി. കോൺഗ്രസ് ബ്രിഡ്ജാണോ എന്ന് അനിലാദേവി ചോദിക്കുന്നുണ്ട്. ധൈര്യമുണ്ടെങ്കിൽ തരൂരിനെ പുറത്താക്കൂ എന്ന് പറയുന്നു. പുരുഷ